ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഈ ഒരുങ്ങിക്കെട്ടി ഇതിപ്പോൾ എവിടെ പോകാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ വേറൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കെട്ടുമുറുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാപ്പൂനെ ഞാൻ വിളിക്കുന്ന കേട്ടോ. അവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല. അപ്പം ഞാൻ അവനെ ഒരു സൂത്രം കാണിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആകാൻ വേണ്ടി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ റെഡി ആയിരുന്നു. അപ്പോൾ എങ്കിൽ കുഞ്ഞാപ്പൂനെ ഞാൻ സെറ്ററൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ ഞങ്ങളുടെ കുമിളിയിൽ. അപ്പോൾ അവൻ എല്ലാവർക്കും ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ അതിൻ്റെ വോയിസ് കട്ട് ചെയ്തു, കാരണം ഭയങ്കര ബഹളമായിരുന്നേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തു വേണ്ട, വെറുതെ നിങ്ങൾ ഈ സൗണ്ടും അലമ്പൂന്നും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ എല്ലാവർക്കും ഹായ് തരുന്നുണ്ട്. ഞാൻ എന്നെ പറഞ്ഞാലും കുഞ്ഞപ്പോൾ അതുപോലെ ചെയ്തു തരുവേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോകാൻ ഒരുങ്ങി അങ്ങനെ കുറേ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ട് പറയുന്ന കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അവരുടെ വീട്ടിലെത്തിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്ന് പോകാനുള്ള സ്ഥലമുള്ളേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. സദ്യയായിരുന്നേ. ഇതിനെല്ലാം എൻ്റെ വാനരപ്പട ടീംസാട്ടോ. ഇവരാണ് ഞാൻ എൻ്റെ ഇനി കാണാൻ പോകുന്ന വീഡിയോകളിലെല്ലാം ഇനി കാണാൻ പോകുന്ന മുഖങ്ങളാട്ടോ ഇതെല്ലാം. അതെന്നാന്ന് സർപ്രൈസാണേ. അങ്ങനെ ഇത് അവിടുത്തെ ബാൽക്കണി ആട്ടോ. അപ്പോൾ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് അവൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ വീട് കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിന് മറ്റേ കൈവരിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടി. അപ്പോൾ ഞാൻ പേടിച്ചു പോയതാണ്. അപ്പം നമ്മുടെ ടീമുകളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. സദ്യയായിരുന്നു, നല്ല സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞിട്ട് കെട്ടി നിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ വീടിന് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് വെളിയിലൊക്കെ വെച്ചിട്ട് പന്തലൊക്കെ ഇട്ടിട്ടാട്ടോ. ഇത് പക്ഷേ റൂമിനകത്ത് വെച്ചിട്ടാണ്. അപ്പം മാളികപ്പുറമാണ് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികൾ പോകുമ്പോൾ മാളികപ്പുറം എന്നല്ലേ പറയുന്നത്, മാളികപ്പുറമാണ്. അപ്പം മെബിച്ചിൻ്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ അവസാനം ഒത്തിരി ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ. അങ്ങനെ അവസാനം കെട്ടി നിറച്ച് കെട്ടി താങ്ങി പോകുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ കെട്ടി താങ്ങി പോകുന്ന വീഡിയോ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തു. ഇപ്പം കണ്ടില്ലേ, അതാണ് കേട്ടോ ആദർശയുടെ അമ്മ. മാളികപ്പുറം എന്ന് പറയുന്ന ആളുടെ പേര് ആദർശ എന്നാട്ടോ. ആദർശയും ആദർശയുടെ പപ്പായും കൂടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഉള്ളൊരു കുറേ പേര് കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ പക്ഷേ എൻ്റെ നാട്ടിൽ ഇഷ്ടംമാതിരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടമൊക്കെ കുറേയൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ അവർ 3 വലം വെച്ച് തേങ്ങ ഉടച്ച് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഉടനെ തന്നെ വേറൊരു കെട്ടുമുറുക്കുണ്ട് കേട്ടോ, അതും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാവേ. അപ്പം അങ്ങനെ അവർ തേങ്ങയൊക്കെ ഉടച്ചു. കുഞ്ഞു വെച്ചല്ലേ, അവൾ എറിഞ്ഞപ്പോൾ അത് പൊട്ടിയില്ല. പിന്നെ നമുക്ക് എടുത്തടിക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ അവർ നേരെ അയ്യപ്പൻ്റെ അടുത്തോട്ട് പോവുക കേട്ടോ. അങ്ങനെ വണ്ടിയെ കയറി അവരെങ്ങനെ യാത്രയായി. അപ്പം അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. പിന്നെ എൻ്റെ ചാനൽ കാണാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം.